ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ മഴക്കാലമാണല്ലോ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മുടെ കോഴികൾക്ക് അസുഖങ്ങൾ വരാനും ഇമ്മ്യൂണിറ്റി പവർ കുറവാകാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ കോഴികളെ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ നമ്മളെ കോഴികൾക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രകൃതിയിൽ നിന്ന് തന്നെ നൽകാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മളെ പ്രകൃതിദത്തമായ തീറ്റകൾ എന്തെല്ലാം കോഴികൾക്ക് കൊടുക്കാമെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ സംഭവം വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റിബയോട്ടിക്കായിട്ട് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കും. നമ്മളെ ശരീരത്തിലും നമ്മൾ കോഴികൾക്കാണെങ്കിലൊക്കെ പ്രവർത്തിക്കുന്നൊരു സംഗതിയാണ് വെളുത്തുള്ളി. ആ വെളുത്തുള്ളി നമ്മൾ കോഴികൾക്ക് വെള്ളത്തിൽ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ അരച്ചിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് തൊലിയോട് കൂടിയിട്ട് നല്ല കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ട് അരച്ചിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശ്വാസകോശ രോഗങ്ങൾ, അതേപോലെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നമുക്ക് ആഴ്ചയിൽ 2-3 തവണ വെള്ളത്തിലോ അല്ലെങ്കിൽ തീറ്റയിലൊക്കെ കോഴികൾക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറയുമ്പോൾ തീറ്റയിൽ കൊടുക്കണം ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ ഒരു പൊള്ളലുണ്ട് ഇതിന്, ഒരു ഇതാണ്. അപ്പോൾ വെള്ളം അവരങ്ങനെ കുടിക്കാൻ മടി കാണിക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി അത് നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ്. അത് കൊടുത്താൽ നല്ല എഫക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ മഞ്ഞളാണ്. നമ്മൾ ഈ മഞ്ഞളിൽ കുർക്കുമിന് അടങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് നല്ല വിഷാംശങ്ങളൊക്കെ ശരീരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. ശരീരത്തിലെ അണുബാധ ഈ മഞ്ഞൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പച്ചമഞ്ഞൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറയും. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നവർക്കും പറ്റും. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നും അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പച്ചമഞ്ഞൾ അരച്ച് കൊടുക്കുക ഒക്കെ ചെയ്താൽ മതി. അത് നല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് കേട്ടോ. അത് തീറ്റയിൽ ചെറുതായിട്ട് അരച്ച് കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല. അല്ലെങ്കിൽ പച്ചമഞ്ഞൾ നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീര് വെള്ളത്തിൽ കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ വെള്ളത്തിലായാലും തീറ്റയിലായാലും മഞ്ഞൾ കൊടുക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വിഷാംശം, അതേപോലെ കോഴികൾക്ക് എന്തുകൊണ്ടും വിഷാംശമൊക്കെ പുറന്തള്ളി പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെയാണ് ഉള്ളതാണ് മുരിങ്ങയില. മുരിങ്ങയിലയിൽ വിറ്റാമിൻ എ, സി, ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് മുരിങ്ങയില. അത് നമുക്കും കോഴികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുട്ടോൽപാദനം കൂട്ടാനൊക്കെ ഈ മുരിങ്ങയില സഹായിക്കും കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയില അങ്ങനെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ തോനൊക്കെ മുരിങ്ങയില കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ട് തീറ്റയിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്യൽ വെച്ചാൽ ഇത് കിട്ടുന്ന സമയത്ത് ഈ വലിയ മൂത്ത ഇലയൊന്നും ആരും എടുക്കൂലല്ലോ. നമ്മളൊക്കെ ഇപ്പോൾ കറി വെക്കാനാണെങ്കിലും ഇളയ ഇലയല്ലേ എടുക്കുക. അപ്പോൾ ഈ മൂത്ത ഇലയൊക്കെ എന്താ കെട്ടുക വെച്ചാൽ ഫുഡ് വേസ്റ്റ് കൂടെ കുഴച്ചിട്ട് കോഴികൾക്ക് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും ബെറ്ററാണ് മുരിങ്ങയില. ഇത് നന്നായിട്ട് വിറ്റാമിൻ എയും സിയും ഇരുമ്പ് ഒക്കെ ധാരാളം അടങ്ങിയ കാരണം കൊണ്ട് നമുക്കും മനുഷ്യന്മാർക്കും കോഴികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കൊടുത്ത് നോക്കുക. ഇതൊക്കെ ഞാൻ പറയണത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ നാടൻ കോഴികൾക്ക് ഒന്നും കൂടി ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഈ നാടൻ കോഴികൾക്ക് മാത്രമല്ല, ഈ BV380 ആയാലും എല്ലാ കോഴികൾക്കും, നമ്മളെ ഗ്രാമപ്രിയ ഏത് കോഴികൾക്കാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരു സംഭവം അവിടെ വരുന്നില്ല. ഞാനൊക്കെ ഇത് പരീക്ഷിക്കുന്നത് കൊണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ വീട്ടിലില്ല തന്നെ. ഞാൻ ആദ്യം ഇതിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തിരുന്നു. അന്നൊന്നും എനിക്കിതിനെ പറ്റി ഒന്നും അറിയേണ്ടതില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം കോഴികൾക്ക് പെട്ടെന്നൊന്നും അസുഖങ്ങൾ വരുന്നുമില്ല. പിന്നെ നമ്മളിത് ഇടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് കേട്ടോ. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അസോള ഞാൻ എപ്പോഴും പറയാറുണ്ട്. അസോള ഒരു പായലാണ്. അത് കിട്ടാവുന്നിടത്തോളം നിങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ വളർത്താൻ. ഞാൻ അസോളയുടെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്നോട് അസോള ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് കൊടുക്കാനില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും കോഴികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തന്നെ കൊടുക്കാനുള്ളൂ. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ വരാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു പ്രകൃതിദത്ത തീറ്റയാണ് അസോള. അതേപോലെ വളർച്ചയും പ്രതിരോധശേഷിയൊക്കെ നല്ല മെച്ചപ്പെടും. അതേപോലെ ദിവസേന ചെറിയ അളവിൽ കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ദിവസേന കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം വാരിയാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് വേണ്ടിയുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ അസോളയൊക്കെ വളർത്താൻ പറ്റുന്ന സ്ഥലവും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടാർപോളിൻ ഷീറ്റിനോ അല്ലെങ്കിൽ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ടൊക്കെ അസോള നന്നായിട്ട് വളർത്താം കേട്ടോ. അത് നല്ലൊരു പ്രോട്ടീനാണ്. നല്ല മുട്ടോൽപാദനം കിട്ടും. പിന്നെ കൂടും ചെയ്യും. കോഴികളുടെ ശരീരവും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ശരീരവും പ്രതിരോധശേഷിയും എല്ലാത്തിനും അസോള നല്ലതാണ് കേട്ടോ.
പിന്നുള്ളതാണ് പപ്പായയുടെ ഇല. നമ്മളുടെ പപ്പായയുടെ ഇലയില്ലേ, അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനം മെച്ചപ്പെടും. അതേപോലെ നമ്മൾക്ക് കോഴികൾക്ക് ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ, എന്താ പറയുക, വിരശല്യമൊക്കെ പപ്പായയുടെ ഇല കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം മാറിക്കിട്ടും കേട്ടോ. അതേപോലെ ആന്തരിക അവയവങ്ങൾ നിയന്ത്രിക്കാനൊക്കെ, പരാഗങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഈ ഉള്ളിലുണ്ടാകുന്ന ഇതുണ്ടാവുമല്ലോ, വേംസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഈ പപ്പായൻ്റെ ഇല പറ്റും കേട്ടോ. ചെറിയ അളവിൽ മാത്രം കൊടുത്താൽ മതി. ഈ പപ്പായയുടെ ഇല കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു 2-3 ഇലയൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി കൊടുക്കണമെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് തന്നെ കൊത്തി കഴിച്ചോളും. അല്ലെങ്കിൽ പിന്നെ അരിഞ്ഞ് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും പപ്പായയുടെ ഇല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വേംസിനൊക്കെ ഒരുപാട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. പിന്നുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ തുളസിയില നിങ്ങൾക്ക് വെറുതെ കെട്ടിത്തൂക്കി കൊടുത്താലും കോഴികൾ കൊത്തി തിന്നും. ഇനി അല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരച്ചിട്ട് കൊടുത്താലും മതി. എന്താ വെച്ചാൽ നമ്മൾ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ തുളസിയില നല്ലതാണ്. എന്താ വെച്ചാൽ കഫക്കെട്ട്, അതേപോലെ ശ്വാസം മുട്ടൽ, അതേപോലെ ഈ കുറുകൽ, അതിനൊക്കെ ഈ പനിക്കൂർക്ക, അതേപോലെ ഈ തുളസി നല്ലതാണ്. ഇനിയിപ്പോൾ തുളസിയൊന്നും അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊമ്പൊക്കെ വെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കെട്ടിത്തൂക്കി കൊടുത്താൽ അവരിങ്ങനെ കൊത്തി കൊത്തി കഴിച്ചോളും. നല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ തുളസി. എൻ്റെ അടുത്തുള്ളത് കൃഷ്ണ തുളസിയാണ്. നമുക്ക് ഏത് തുളസിയും കൊടുക്കാം. ഓരോ തുളസിക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. എൻ്റെ അടുത്തുള്ളത് കൃഷ്ണ തുളസിയാണ്. ആ ചുവപ്പ് തണ്ടുള്ളൊരു തുളസി ഉണ്ടല്ലോ, ആ തുളസിയാണ് ഇവിടെ ഉള്ളത്. ഞാനതാണ് കേട്ടോ കൊടുക്കാറ്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മുളപ്പിച്ച നെല്ലൊക്കെ കൊടുക്കണം നല്ലതാണ്. ഇപ്പം നെല്ലൊന്നും കിട്ടാനൊന്നുമില്ല, എന്നാലും കിട്ടുന്നവർക്ക് കൊടുക്കാം. വിറ്റാമിനും എൻസൈമുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ നെല്ല്. ആരോഗ്യത്തിനുള്ള വളർച്ചക്കൊക്കെ സുഖമായിട്ട് നെല്ല് മുളപ്പിച്ചത് കൊടുക്കണം നല്ലതാണ്. ആദ്യമൊക്കെ എനിക്കൊക്കെ നെല്ല് ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൊയ്താലൊക്കെ തന്നിരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ കോഴിക്ക് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അത് നെല്ല് ഉള്ളവർക്ക് കൊടുക്കുക, ഇല്ലാത്തവർ ഉള്ളതിനനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ സംഭവമാണ് തൈര്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തൈര് അല്ലെങ്കിൽ മോരൊക്കെ നമ്മളുടെ കുടലിലെ ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് നന്നായിട്ട് കോഴികൾക്കും മനുഷ്യന്മാർക്കും ഒക്കെ നമുക്ക് നല്ലതാണ് തൈര്. അപ്പോൾ നമ്മൾ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സൂപ്പർ സാധനമാണ് തൈര്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പുളിച്ച തൈരോ അല്ലെങ്കിൽ മോരോ അല്ലെങ്കിൽ ഈ പുളിച്ച മാവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊടുക്കുക കോഴികൾക്ക്. പിന്നെ ഇനിയിപ്പോൾ അതൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഫീഡപ്പിസ്റ്റ് കൊടുത്താൽ മതി. എന്നോട് ഒരാൾ ചോദിച്ചു ഫീഡപ്പിസ്റ്റ് എന്താണെന്ന്. ഞാൻ ഫീഡപ്പിസ്റ്റിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നിനെ കുറിച്ചിട്ടും ഓരോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്ന് പോയി കാണണേ. പിന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറൊന്നും പറയാത്തത്. ഫീഡപ്പിസ്റ്റ് നല്ലതാണ്. അത് കുടലിൻ്റെ എല്ലാ കാര്യങ്ങളും തീറ്റെടുക്കാനും അതേപോലെ കോഴിക്കാഷ്ടത്തിൻ്റെ മണം കുറയാനൊക്കെ ഈ ഫീഡപ്പിസ്റ്റ് നല്ലതാണ്. ഈ ഫീഡപ്പിസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ കോഴിക്കാഷ്ടത്തിന് ഭയങ്കര സ്മെല്ലാവുമല്ലോ, ആ സ്മെല്ലൊന്നും ഈ ഫീഡപ്പിസ്റ്റ് കൊടുത്താൽ ഉണ്ടാവില്ല. അതേപോലെ കോഴികൾ ലൂസായിട്ടൊക്കെ കാഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീഡപ്പിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുറുകിയിട്ടാണ് കാഷ്ടിക്കുക. അതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കാഷ്ടം വാരിയെടുക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ ഈ ഫീഡപ്പിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഫീഡപ്പിസ്റ്റ് കൊടുക്കാത്തവർ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസമൊക്കെ കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഫീഡപ്പിസ്റ്റ് കൊടുത്താൽ മതി. ആ ഫീഡപ്പിസ്റ്റ് എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ കലക്കി കൊടുക്കുക, അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തീറ്റയിൽ മിക്സ് ചെയ്തിട്ടും കൊടുക്കുക. അപ്പോൾ ഫീഡപ്പിസ്റ്റ് ഒരു പാക്കറ്റൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം അങ്ങനെ ഫീഡപ്പിസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് കൊടുക്കുമ്പോൾ നമുക്ക് കോഴിക്കാട്ടത്തിൻ്റെ ദുർഗന്ധം, ആ മണം ഒഴിവായി കിട്ടും. അതേപോലെ കോഴികൾ ലൂസായിട്ട് കാഷ്ടിക്കുന്നത് നമുക്ക് മുറുകിയിട്ട് കാഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഫീഡപ്പിസ്റ്റിൻ്റെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കാണാത്ത അവരുണ്ടെന്നെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ശുദ്ധമായ വെള്ളം കൊടുക്കുക, മഴക്കാലത്ത് നനഞ്ഞ തീറ്റ കൊടുക്കാതിരിക്കുക, കോഴിക്കോട് വൃത്തിയായി സൂക്ഷിക്കുക, വാക്സിനേഷൻ കൊടുക്കുന്നവർ വാക്സിനേഷൻ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോഴികളുടെ പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, നമ്മളുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇങ്ങനെ ഈ സംഭവങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കും വേണ്ട, കോഴികൾക്ക് എപ്പോഴും അസുഖവും വരില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇപ്പം നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാനൊരു അസുഖത്തിൻ്റെ വീഡിയോ ഒന്നും ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എനിക്കങ്ങനെ അസുഖങ്ങൾ വരാറില്ല, ഇല്ലാണ്ടിരിക്കട്ടെ, മാഷാ അല്ലാ, അങ്ങനെയൊന്നും വരാറില്ല. അപ്പം നമ്മൾ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് അയമോദകം, ഇഞ്ചി, അതേപോലെ പനിക്കൂർക്കൽ, തുളസി, കിയാർനെല്ലി, ചെറുള, അതേപോലെ എന്തൊക്കെയാണോ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതൊക്കെ ഞാൻ അരച്ചിട്ട് ഇങ്ങനെ കൊടുക്കും കോഴികൾക്ക്. അതേപോലെ മുത്തൾ, അങ്ങനത്തെയൊക്കെ അരച്ച് കൊടുക്കും. അതേപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ അരച്ചിങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല.
അപ്പോൾ രോഗം പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനേ പറ്റുള്ളൂ. പിന്നെ പടച്ച റബ്ബിൻ്റെ അടുത്ത് കിടക്കണം. രോഗം വരിക, സ്വാഭാവികമായിട്ടും മരിക്കുക, അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണ് ഈ സംഭവങ്ങൾ മുഴുക്കെ. അപ്പോൾ നിങ്ങൾ ഇത് കൊടുക്കാൻ നോക്കുക. പിന്നെ ഇത് കൊടുത്താൽ എന്തായാലും റിസൾട്ട് 100% റിസൾട്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ട്ടാ. താങ്ക് യു.